കൂട്ടുകാരെ, ഈ വീഡിയോയിൽ നമ്മളൊരു മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഈ അടുത്തിടെ നടന്ന 233/2023 ഖാദി ബോർഡ് LDയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 20 ചോദ്യങ്ങളാണ് നമ്മൾ മോക്ക് ടെസ്റ്റായിട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ ഓർമ്മയുണ്ടോയെന്നൊന്ന് പരിശോധിക്കാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു പേപ്പറും പെന്നും എടുക്കുക. ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണിക്കുമ്പോൾ നമ്പർ ഇടുക, ഉത്തരം എഴുതുക. ഓപ്ഷൻ ഏതാണെന്ന് മാർക്ക് ജസ്റ്റ് ഒന്നാമത്തേത് A ആണ് ഉത്തരം എന്ന് തോന്നുകയാണെങ്കിൽ 1 A അങ്ങനെ എഴുതി വയ്ക്കുക. 20 ചോദ്യങ്ങൾ കഴിയുമ്പോൾ ഉത്തരം പറഞ്ഞു തരും. അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. ഓരോ ശരി ഉത്തരത്തിന് ഓരോ മാർക്കും, ഓരോ 3 തെറ്റുത്തരത്തിന് ഓരോ മാർക്ക് കുറയുകയും ചെയ്യാം. അങ്ങനെ എത്ര മാർക്ക് കിട്ടിയെന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് കയറാം.
ഇനി നമുക്ക് ഓരോന്നിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ജീവിതരഹസ്യങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. കേരളസിംഹം എന്ന കൃതിയുടെ കർത്താവ് സർദാർ KM പണിക്കർ. 3. ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ചന്ദ്രയാൻ 2 K. ശിവൻ. 4. ഇന്ത്യയിൽ സാമൂഹ്യശാസ്ത്രം സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ബോംബെ സർവകലാശാല. 5. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. 6. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര്? അരവിന്ദ് പനഗരിയ. 7. ഇന്ത്യയിൽ ചരക്കുസേവന നികുതി GST നിലവിൽ വന്നത് എപ്പോൾ? ജൂലൈ 1, 2017. 8. 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 9. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം നീരജ് ചോപ്ര. 10. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്? ഉണർവ്. 11. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഡെൽറ്റകൾ കാണപ്പെടുന്നു. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. ഇത് രണ്ടുമാണ് ശരി. ഓപ്ഷൻ ബി. 12. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? മൗണ്ട് K2. 13. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? ഗോദാവരി. 14. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം? മുംബൈ. 15. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത? ദേശീയ ജലപാത 3. 16. താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? മഹാരാഷ്ട്ര. 17. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? കൽക്കരി. 18. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഓപ്ഷൻ ബി. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇസ്കോ. 19. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഏത്? ഡിഗ്ബോയ്. 20. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഉപദ്വീപീയ പീഠഭൂമി. കൂട്ടുകാരെ, വളരെ സത്യസന്ധമായി 20 ചോദ്യത്തിൽ എത്ര ചോദ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി, എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ സ്വയം അറിയുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്ലാസ്സസ് മാത്രം കേട്ടാൽ തന്നെ പകുതിയിലധികം ക്വസ്റ്റ്യൻസ് കിട്ടും ഉത്തരം. എന്തായാലും ഇതിൽ നല്ല മാർക്കില്ലെങ്കിൽ പഠിത്തത്തിന് ഡയറക്ഷൻ മാറ്റേണ്ടിയിരിക്കുന്നു. കൂടുതൽ ഉത്സാഹത്തോടെ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കട്ടെ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. See you.